നമസ്തേ, എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകാറില്ലേ? ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള വഴിപാടുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അവിടെ വഴിപാട് വിവരങ്ങളൊക്കെ നമ്മൾ ക്ഷേത്രത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നോക്കിയിട്ട് നമ്മൾ പല പല വഴിപാടുകൾ ചെയ്യാറുണ്ട്. പക്ഷേ വഴിപാട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഇന്നതാണ് ഗുണം എന്ന് നമ്മൾ മനസ്സിലാക്കാതെയാണ് പല ആൾക്കാരും ചെയ്യാറ്. എല്ലാവരും അല്ല കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിലൊരു പ്രധാന വഴിപാടാണ് പുഷ്പാഞ്ജലി. പുഷ്പാഞ്ജലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പം, അക്ഷതം, ചന്ദനം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഉള്ളം കയ്യിൽ വെച്ച് അഞ്ജലി കൂപ്പി ദേവന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നതാണ് പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുഷ്പാഞ്ജലി പല തരത്തിലുള്ള പുഷ്പാഞ്ജലികൾ എല്ലാ ദേവതകൾക്കും ചെയ്യാറുണ്ട്. അപ്പോൾ ഏതെല്ലാം പുഷ്പാഞ്ജലി ചെയ്യുമ്പോഴാണ് ഏതെല്ലാം ഗുണമാണ് നമുക്ക് വന്നു ചേരുന്നത്, അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനും കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം നൽകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പുഷ്പം, രണ്ട് കൈകൾ കൂപ്പി അതിനുള്ളിൽ പുഷ്പം വെച്ച് മന്ത്രം ചൊല്ലി ദേവന്റെ തൃപ്പാദങ്ങളെ സമർപ്പിക്കുന്നതിനെയാണ് പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. അഞ്ജലി കൂപ്പി പുഷ്പം സമർപ്പിക്കുന്നതിനെയാണ് പുഷ്പാഞ്ജലി എന്ന് പറയുക. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള പുഷ്പാഞ്ജലികൾ ഉണ്ട്. എന്നാൽ പൊതുവെ നമ്മൾ ക്ഷേത്രങ്ങളിൽ കാണുന്ന പുഷ്പാഞ്ജലി നടത്തിയാൽ ലഭ്യമാകുന്ന ഗുണമെന്ന് പറയുന്നത് ആയുരാരോഗ്യ വർധനമാണ്. അതുപോലെ തന്നെ ശത്രുദോഷം മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഭീഷ്ട സിദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് രക്തപുഷ്പാഞ്ജലിയാണ്. ദേഹപുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ ലഭ്യമാകുന്ന ഗുണമെന്ന് പറയുന്നത് ശാരീരിക ക്ലേശ നിവാരണമാണ്. ശാരീരിക അസ്വസ്ഥതകളൊക്കെ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ദേഹപുഷ്പാഞ്ജലി നടത്തിയാൽ മാത്രം മതി. അതുപോലെ തന്നെ മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് സ്വയംവര മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി വളരെയേറെ നല്ലതാണ്. അതുപോലെ തന്നെ ശത്രുദോഷ പുഷ്പാഞ്ജലി നടത്തിയാൽ ലഭ്യമാകുന്ന ഗുണമെന്ന് പറയുന്നത് ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തിയാൽ കൈവരുന്ന ഗുണമെന്ന് പറയുന്നത് ഐശ്വര്യമാണ് നമുക്ക് വന്നു ചേരുന്നത്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഗുണമെന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധി നമുക്കുണ്ടാകും. അതുപോലെ തന്നെ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. അതായത് ഭാഗ്യങ്ങൾ സമ്പത്ത് മാത്രമല്ല, നല്ല വ്യക്തികളെ പരിചയപ്പെടാൻ സാധിക്കും, അറിവുള്ള വ്യക്തികളെ പരിചയപ്പെടാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ അറിവ് കൊണ്ട് നമുക്ക് ഉയരാൻ സാധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യ സന്ദർഭങ്ങളൊക്കെ വന്നു ചേരും. ഇതാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള പ്രധാന ഗുണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ള കലഹ നിവർത്തിക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ പരസ്പരം തമ്മിലുള്ള മത്സരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യപ്പെടുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ വന്ന് ചേരുന്ന ഗുണമെന്ന് പറയുന്നത് കലഹ നിവർത്തി, അതുപോലെ തന്നെ മത്സരം ഒഴിവാക്കൽ, ഇതൊക്കെയാണ് വന്നു ചേരുന്നത്. പരസ്പരം മത്സരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഐക്യത്തോടു കൂടി വീട്ടിലൊക്കെ നമുക്ക് ഒരു കുടുംബത്തിലൊക്കെ സ്ഥിരം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് ഐക്യമത്യ സൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലി. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പ്രധാനമായും ചെയ്യേണ്ടുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി. ഒരുമിച്ച് സ്നേഹത്തോടു കൂടി ഒരുമിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പുഷ്പാഞ്ജലി വളരെയേറെ അത്യാവശ്യമാണ്, വളരെയേറെ നല്ലതുമാണ്. അതുപോലെ തന്നെയാണ് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ വന്നു ചേരുന്ന ഗുണമെന്ന് പറയുന്നത് മോക്ഷമാണ്. അതുപോലെ ഇഷ്ടസന്താന ലാഭമാണ്. സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ദമ്പതിമാർക്കൊക്കെ പുരുഷ സൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലി വളരെയേറെ ഉത്തമമാണ്. ദീർഘായുസ്സിന് വേണ്ടി നമ്മൾ നടത്തപ്പെടുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി. അതുപോലെ തന്നെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ സ്ഥിരം ഉണ്ടാകുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് ശ്രീസൂക്ത പുഷ്പാഞ്ജലി. ഈ ശ്രീസൂക്ത പുഷ്പാഞ്ജലി ചെയ്തു കഴിഞ്ഞാൽ ശ്രീത്വം വർദ്ധിക്കുന്നതിന് വളരെയേറെ നല്ലതാണ്. അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നതാണ്. ശിവക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് ശ്രീരുദ്ര സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. ഇത് ദുരിതനാശത്തിനും സർവാഭിഷ്ട സിദ്ധിക്കും വളരെയേറെ ഉത്തമമാണ് ഈ ഒരു പുഷ്പാഞ്ജലി. കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദ്യാലാഭം ഉണ്ടാകുന്നതിനും മൂക
മൂകത നിവാരണം, അതായത് കുട്ടികൾ ജനിച്ചതിന് ശേഷം സംസാര വൈകല്യം ഉണ്ടാകുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ സംസാരിക്കാൻ വളരെയേറെ വൈകുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ നക്ഷത്രവും പേരും പറഞ്ഞ് പുഷ്പാഞ്ജലി അതായത് സാരസ്വത പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ മൂകത മാറിക്കിട്ടുന്നതാണ്, വിദ്യ ഉണ്ടാവുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പുഷ്പാഞ്ജലിയാണ് ത്രയംബക പുഷ്പാഞ്ജലി. ഈ ത്രയംബക പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ ലഭിക്കുന്ന ഗുണമെന്ന് പറയുന്ന അഭീഷ്ട സിദ്ധിയാണ്, യശസ് വർദ്ധിക്കുന്നതാണ്. അതോടൊപ്പം സ്വസ്തി സൂക്ത പുഷ്പാഞ്ജലി നടത്തിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്ന ഗുണമെന്ന് പറയുന്നത് മംഗളപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ പാശുപത പുഷ്പാഞ്ജലി നടത്തിക്കഴിഞ്ഞാലുള്ള ഗുണം നാൽക്കാലികളുടെ രോഗശമനത്തിന് വളരെയേറെ നല്ലതാണ്. വീട്ടിലെ പശുക്കൾ പോലെയുള്ള മൃഗങ്ങളൊക്കെ പരിപാലിക്കുന്ന വ്യക്തികൾ, പശുക്കൾ മാത്രമല്ല കേട്ടോ, നാൽക്കാലി എന്ന് പറയുമ്പോൾ എല്ലാ മൃഗങ്ങളും അതിൽ ഉൾപ്പെടും. വളർത്തു മൃഗങ്ങളെ സംബന്ധിച്ചിട്ടാണ്. വളർത്തു മൃഗങ്ങളെ ഏറ്റവും കൂടുതൽ ഓമനിച്ച് വളർത്തുന്ന ഒരാൾക്ക് പെട്ടെന്ന് അവർക്ക് വല്ല രോഗങ്ങളൊക്കെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് പാശുപത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഗുണം ശാരീരിക ബലമാണ് വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പുഷ്പാഞ്ജലിയാണ് ശിവ സായുജ്യത്തിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന പുഷ്പാഞ്ജലിയാണ് ബില്വപത്ര പുഷ്പാഞ്ജലി. ബില്വപത്ര പുഷ്പാഞ്ജലി, ഈ ബില്വപത്ര പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ ശിവ സായുജ്യമാണ് വന്നു ചേരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതല്ലെങ്കിൽ ഇമെയിൽ എഴുതി അയക്കാവുന്നതാണ്. ഇമെയിൽ അയക്കേണ്ട വിലാസം tulasethalathilmedia@gmail.com. മറ്റൊരു മനോഹരമായ അറിവിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.